എല്ലാവർക്കും നമസ്കാരം. 4-ാമത്തെ അധ്യായം നമുക്ക് ഇന്ന് പഠിക്കാം. 4-ാമത്തെ അധ്യായം മിഡീവൽ ഇന്ത്യ, കോൺസെപ്റ്റ് ഓഫ് കിൻഷിപ്പ് ആൻഡ് നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നതാണ്. മധ്യകാല ഇന്ത്യ രാജഭരണവും അല്ലെങ്കിൽ രാജത്വവും ഭരണരീതികളും എന്നതാണ്, രാജസങ്കല്പവും ഭരണരീതികളും എന്നതാണ് ഈ അധ്യായത്തിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്. ഇതൊരു വലിയ അധ്യായമാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള അധ്യായമാണ്. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ പോയിന്റുകൾ അല്ലെങ്കിൽ സുപ്രധാനമായ കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം. ഇന്ത്യയുടെ മധ്യകാല ചരിത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മധ്യകാല ചരിത്രം എന്ന് പറയുമ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏൻഷ്യൻ്റ്, മെഡീവൽ, മോഡേൺ എന്നിങ്ങനെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ മെഡീവൽ പീരീഡ് അല്ലെങ്കിൽ മധ്യകാലം എന്ന് പറയുന്നത് സുൽത്താൻമാരുടെ ഭരണകാലം, അല്ലെങ്കിൽ ഡൽഹിയിൽ സുൽത്താൻമാരും മുഗളന്മാരും ഒക്കെ ഭരണം നടത്തിയ കാലം. അതുപോലെ തെക്കേ ഇന്ത്യയിൽ ചോളന്മാരും വിജയനഗര രാജാക്കന്മാരും ഒക്കെ ഭരണം നടത്തിയ കാലം, മറാഠ രാജവംശം നിലനിന്നിരുന്ന ഒരു കാലം. അതൊക്കെയാണ് ഇന്ത്യയുടെ മധ്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡൽഹിയിലെ സുൽത്താൻമാരുടെ കാലഘട്ടം മുതലാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടം ക്രിസ്ത്യൻ ഈറ. 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടം ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ 5 രാജവംശങ്ങളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് സുൽത്താനേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുൽത്താൻമാരുടെ ഭരണം എന്ന് പറയും. ആ 5 രാജവംശങ്ങൾ, ദ 5 മേജർ ഡൈനാസ്റ്റീസ് ഇൻ ഡൽഹി സുൽത്താനേറ്റ് വേർ മെംലൂക്ക് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി ആൻഡ് ദ ലോധി. ഈ 5 ഡൈനാസ്റ്റീസിനെ, രാജവംശങ്ങളെയാണ് സുൽത്താനേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൽഹിയിലെ സുൽത്താനേറ്റ് ഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കാലഘട്ടത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകുന്ന ഒരു ചരിത്രകാരനാണ് സിയാവുദ്ദീൻ ബറോണി എന്ന് പറയുന്ന ചരിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഭാഗമാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ദ സുൽത്താൻസ് ഇംപ്ലിമെൻറ്റഡ് സെൻട്രലൈസ്ഡ് റൂൾ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ലെറ്റ് us എക്സാമിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. അതായത് ഡൽഹിയിലെ സുൽത്താൻമാരുടെ സെൻട്രലൈസ്ഡ് റൂളിനെ കുറിച്ചാണ്, കേന്ദ്രീകൃത ഭരണത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഡൽഹി സുൽത്താൻമാരുടെ ഭരണം കേന്ദ്രീകൃതമായിരുന്നു. കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ സുൽത്താനായിരിക്കും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നർത്ഥം, അല്ലെങ്കിൽ രാജാവായിരിക്കും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നർത്ഥം. അത്തരത്തിലുള്ള ഭരണത്തിനാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണം എന്ന് പറയുന്നത്. ആൾ ദ പവേഴ്സ് വെയർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കിങ് ഓർ ദ റൂളർ എന്നർത്ഥം. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 1, ദ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ട്രഡീഷൻ. തുർക്കി പാരമ്പര്യത്തിൻ്റെ സ്വാധീനം, അതായിരുന്നു സുൽത്താൻമാരുടെ കേന്ദ്രീകൃത ഭരണത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത. തുർക്കി പാരമ്പര്യത്തിൻ്റെ സ്വാധീനം. 2, ദ സുൽത്താൻ വാസ് ദ ഹെഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ആൻഡ് ജുഡീഷ്യൽ. ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നീതിന്യായ നിർവഹണത്തിൻ്റെയും ഒക്കെ തലവൻ, അവസാന വാക്ക് സുൽത്താനായിരുന്നു എന്നർത്ഥം. There were different ministers and officers to assist the king in administration. ഭരണകാര്യങ്ങളിൽ രാജാവിനെ, സുൽത്താനെ സഹായിക്കുന്നതിന് വേണ്ടി ധാരാളം മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. An exact law of succession was absent. നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, ഇവർക്കൊരു ലോ ഓഫ് സക്സഷൻ ഉണ്ടായിരുന്നില്ല. പിന്തുടർച്ചാവകാശ നിയമം, വ്യക്തമായ ഒരു പിന്തുടർച്ചാവകാശ നിയമം ഇവർക്കുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വൺ, ദ ലീഡർഷിപ്പ് ഓഫ് ദ ഖലീഫേറ്റ് ഓഫ് ബാഗ്ദാദ് വാസ് അക്സെപ്റ്റഡ്. ബാഗ്ദാദിലെ ഖലീഫേറ്റിൻ്റെ അല്ലെങ്കിൽ ബാഗ്ദാദിലെ ഖലീഫയുടെ
ലീഡർഷിപ്പിനെ, നേതൃത്വത്തെ ഇവർ അംഗീകരിച്ചു. എ സ്ട്രോങ് ആർമി വാസ് മെയിൻറ്റെയിൻഡ് ടു ഡിഫെൻഡ് ദ കൺട്രി ഫ്രം ദ ത്രെട്ട് ഓഫ് ഇൻവേഷൻസ് ആൻഡ് ഓഫ് ദ എക്സ്പാൻഷൻസ് ഓഫ് ദ എംപയർ. അതായത് വളരെ ശക്തമായൊരു സൈന്യത്തെ ഇവർ നിലനിർത്തിയിരുന്നു. എ സ്ട്രോങ് ആർമി വാസ് മെയിൻറ്റെയിൻഡ്. എന്തിനാണ്? ടു ഡിഫെൻഡ് ദ കൺട്രി, രാജ്യത്തെ പ്രതിരോധിക്കുന്നതിന്, ഫ്രം ദ ത്രെട്ട് ഓഫ് ഇൻവേഷൻസ്, ആക്രമണങ്ങളിൽ നിന്ന്, അതുപോലെ പിടിച്ചടക്കുവാനായിട്ട് അയൽ രാജ്യങ്ങളിലെ ചക്രവർത്തിമാർ പിടിച്ചടക്കുവാനായിട്ട് വരുമ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന് ഒരു ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു എന്നർത്ഥം. The vast country was divided into different regions for the convenience of administration. ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തെ ചെറിയ ചെറിയ ഘടകങ്ങളായി വിഭജിച്ചിരുന്നു. റീജിയണൽ ലോസ് പ്രിവെയിൽഡ് അറ്റ് ദ വില്ലേജ് ലെവൽ. ഗ്രാമങ്ങളിൽ പ്രാദേശികമായ നിയമങ്ങളാണ് നിലനിന്നിരുന്നത്. ഇതിത്രയുമാണ് സുൽത്താൻമാരുടെ കേന്ദ്രീകൃത ഭരണത്തിൻ്റെ സവിശേഷതകൾ. അത് കഴിഞ്ഞാൽ സുൽത്താൻമാരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ്, പ്രാദേശിക ഭരണം. എന്തൊക്കെയാണ് പ്രാദേശിക ഭരണത്തിൻ്റെ സവിശേഷതകളെന്ന് നോക്കാം. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ്, ഷിക്സ്, പർഗാനാസ് ആൻഡ് വില്ലേജസ്. ഭരണ സൗകര്യത്തിന് വേണ്ടി അവർ തങ്ങളുടെ രാജ്യത്തെ പ്രോവിൻസുകളായി, പ്രവിശ്യകളായും, ഷിക്കുകളായും, പർഗാനകളായും, ഗ്രാമങ്ങളായും വിഭജിച്ചിരുന്നു. സെപ്പറേറ്റ് ഓഫീസേഴ്സ് വെയർ അപ്പോയിൻറ്റഡ് ഫോർ ഈച്ച് ഡിവിഷൻ. ഓരോ ഡിവിഷനും ഓരോ ഘടകത്തിനും പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു. ദെയർ അതോറിറ്റി വാസ് നോട്ട് ഹെറിഡിറ്ററി. അവരുടെ അധികാരം പരമ്പരാഗതമായിരുന്നില്ല, പിതാവിൽ നിന്ന് പുത്രനിലേക്ക് കൈമാറ്റം ചെയ്യുന്നതായിരുന്നില്ല എന്നർത്ഥം. ദ മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, കളക്ഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ആർമി വെയർ ദ ചീഫ് ഡ്യൂട്ടീസ് ഓഫ് ദീസ് ഓഫീസേഴ്സ്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ ഇതൊക്കെയായിരുന്നു. ഇത് മാത്രം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കാം. വാട്ട് വെയർ ദ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് ദ ഓഫീസേഴ്സ് ഹു ഹാൻഡിൽഡ് ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് സുൽത്താനേറ്റ്. സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ദ മെയിൻ്റെനൻസ് ഓഫ് ലാൻഡ് ഓർഡർ, ക്രമസമാധാനം നിലനിർത്തുക. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, നീതിന്യായ നിർവഹണം. കളക്ഷൻ ഓഫ് ടാക്സസ്, നികുതി പിരിക്കണം. ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ആർമി, സൈന്യത്തെ സംഘടിപ്പിക്കണം. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന ജോലി. ദേ വെയർ അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ സുൽത്താൻ. ഇവരെയൊക്കെ സുൽത്താൻ നേരിട്ട് നിയന്ത്രിച്ചിരുന്നു. ബട്ട് ദ സുൽത്താൻ ഡിഡ് നോട്ട് ഡയറക്റ്റ്ലി ഇൻ്റർവീൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വില്ലേജ്. പക്ഷേ ഗ്രാമഭരണത്തിൽ സുൽത്താൻ നേരിട്ട് ഇടപെട്ടിരുന്നില്ല. ഇവരുടെ മേലൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു, പക്ഷേ നേരിട്ട് ഭരണത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നർത്ഥം. ഇക്ത സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം. ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ദീസ് വെയർ എൻട്രസ്റ്റഡ് വിത്ത് ദ നോബിൾസ് ഹു വെയർ ആൾസോ ദ മിലിറ്ററി കമാൻഡേഴ്സ്. സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ അവരുടെ രാജ്യത്തെ നിരവധി ഘടകങ്ങളായി അവർ വിഭജിച്ചിരുന്നു. ഈ ഓരോ ഘടകവും അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകളും സൈന്യത്തിൻ്റെ കമാൻഡേഴ്സായിട്ടുള്ള ഭൂപ്രഭുക്കന്മാർക്കാണ് അധികാരം നൽകിയിരുന്നത് നോക്കി നടത്താനായിട്ട്. ദീസ് ഡിവിഷൻസ് വെയർ നോൺ ആസ് ഇക്താസ്. ഈ ഓരോ യൂണിറ്റിൻ്റെയും പേര് ഇക്ത എന്നായിരുന്നു. ആൻഡ് ദെയർ ഹോൾഡേഴ്സ് വെയർ നോൺ ആസ് ഡിഫറെൻറ്റ് നെയിംസ് ആസ് ഇക്താദാർ, മുക്തി, വാലി എക്സെട്ര. ഈ ഓരോ ഇക്തയും ഭരണം നോക്കി നടത്തിയിരുന്ന ചുമതലക്കാരൻ്റെ അല്ലെങ്കിൽ ഭൂപ്രഭുവിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഉദ്യോഗ പേര്, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് വ്യത്യസ്തമായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇക്താദാർ എന്ന് വിളിക്കും, ചില സ്ഥലങ്ങളിൽ മുക്തി എന്ന് വിളിക്കും, ചില സ്ഥലങ്ങളിൽ വാലി എന്ന് വിളിച്ചിരുന്നു. ദ റവന്യൂ കളക്ഷൻ ആൻഡ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് ഡിവിഷൻസ് വെയർ ദ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് ദീസ് ഇക്താദാർസ്. ഇക്താദാർമാരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് നികുതി പിരിക്കുക, നീതിന്യായ ഭരണം നടപ്പിലാക്കുക, ഇവയൊക്കെയായിരുന്നു. ദേ വെർ ആൾസോ ഡ്യൂട്ടി ബോണ്ട് ടു മെയിൻറ്റെയിൻ ആൻ ആർമി ഓഫ് ദെയർ ഓൺ. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായൊരു
സൈന്യത്തെ നിലനിർത്തണമായിരുന്നു. സൈന്യത്തെ നിലനിർത്തേണ്ടതും അവരുടെ ജോലിയുടെ ഭാഗമായിരുന്നു. They used part of the revenue collected from the ICTA for their own expense and the rest for conducting the administration. അവർ ഇക്ത എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ റവന്യൂ കളക്ട് ചെയ്യുന്നുണ്ട് ഓരോ ഇക്തയിൽ നിന്നും. ഈ കളക്ട് ചെയ്യുന്ന റവന്യൂവിൻ്റെ ഒരു ഭാഗം അവരുടെ ചിലവുകൾക്കും ബാക്കി ഭരണകാര്യങ്ങൾക്കും വേണ്ടി എടുത്തിരുന്നു. ബട്ട് ദേ വെയർ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി. പക്ഷേ ഇവർക്ക് സ്വതന്ത്ര അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. വെൻ ദ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ സെൻറ്റർ ബിഗെയിം സ്ട്രോങ്, ദ അതോറിറ്റി ഓഫ് ദ ഇക്താദാഴ്സ് ഗോട്ട് റെസ്ട്രിക്റ്റഡ്. ദ ഇക്താസ് ലേറ്റർ ബിഗെയിം ദ പ്രോവിൻസസ്. കാലം കഴിഞ്ഞപ്പോൾ, കേന്ദ്രഭരണം കൂടുതൽ ശക്തമായപ്പോൾ ഇക്താദാർമാരുടെ അധികാരങ്ങളും ശക്തിയും കുറയുകയും അല്ലെങ്കിൽ അതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ക്രമേണ ഇക്തകൾ പ്രോവിൻസസായി പ്രവിശ്യകളായി മാറുകയും ചെയ്തു. ഈ സിസ്റ്റത്തിനാണ് ഇക്താ സിസ്റ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മാർക്കറ്റ് റീഫോംസ് എന്നുള്ളത്. സുൽത്താൻമാരുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാർക്കറ്റ് റീഫോംസ് എന്നുള്ളത്. എന്താണ് മാർക്കറ്റ് റീഫോംസ് അല്ലെങ്കിൽ കമ്പോള പരിഷ്കരണം എന്ന് പറയുന്നത്? മാർക്കറ്റ് റെഗുലേഷൻസ് ഓഫ് അലാവുദ്ദീൻ ഖൽജി was a reform implemented with the intention of maintaining a large army with less expenditure. കുറഞ്ഞ ചിലവിൽ വലിയ ഒരു സൈന്യത്തെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അലാവുദ്ദീൻ ഖൽജി എന്ന് പറയുന്ന സുൽത്താൻ നടപ്പിലാക്കിയ ഒരു ഭരണ പരിഷ്കാരമാണ് മാർക്കറ്റ് റീഫോംസ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് വാസ് നെസസറി ടു കൺട്രോൾ ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു റെഡ്യൂസ് ദ മിലിറ്ററി എക്സ്പെൻഡിച്ചർ. അതായത് സൈന്യത്തിൻ്റെ ചിലവ് നിയന്ത്രിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുകയാണ് വേണ്ടത് എന്ന് സുൽത്താൻ തിരിച്ചറിയുന്നു. ആസ് പാർട്ട് ഓഫ് ദിസ് ദ ഗവൺമെൻറ് ഫിക്സഡ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് അവശ്യ സാധനങ്ങൾക്കൊക്കെ വില നിശ്ചയിക്കുന്നു. അതിനൊക്കെ ഗവൺമെൻറ് ഒരു വില നിശ്ചയിക്കുന്നു. ആ വിലയ്ക്ക് മാത്രമേ വിൽക്കാവൂ എന്ന് നിഷ്കർഷിക്കുന്നു. ഹെൻസ് ദ മെർച്ചൻസ് വെയർ ഫോഴ്സ്ഡ് ടു സെൽ ദെയർ പ്രോഡക്ട്സ് അറ്റ് ദ ഫിക്സഡ് പ്രൈസ്. ഈ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് മാത്രമേ സാധനങ്ങൾ വിൽക്കാവൂ എന്ന് കച്ചവടക്കാരോട് നിർബന്ധപൂർവം പറയുന്നു. ബ്ലാക്ക് മാർക്കറ്റേഴ്സ് ആൻഡ് ഹോൾഡേഴ്സ് വെയർ സ്ട്രിക്റ്റ്ലി പണിഷ്ഡ്. കരിഞ്ചന്തക്കാരന്മാരെയും പൂഴ്ത്തിവയ്പ്പുകാരെയും ഒക്കെ കർശനമായി ശിക്ഷിച്ചു. ദ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വെയർ യൂണിഫൈഡ്. അളവ് തൂക്കങ്ങൾ ഏകീകരിച്ചു. ദ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് ഗ്രാനറീസ് ടു സ്റ്റോർ ദ ഗ്രെയിൻസ് ബോട്ട് ഫ്രം ദ പെസൻസ്. കർഷകരിൽ നിന്ന് വാങ്ങുന്ന ധാന്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ധാന്യപ്പുരകൾ പണികഴിപ്പിച്ചു ഗവൺമെൻറ്. ദ കോൺസ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫാമിൻസ് അറ്റ് ദ മോഡറേറ്റ് പ്രൈസ്. ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഫാമിൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷാമം വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ഒരു മിതമായ വിലയ്ക്ക് വിൽക്കുന്ന രീതിയും കൊണ്ടുവന്നു. ഓഫീസേഴ്സ് വെയർ അപ്പോയിൻറ്റഡ് ഫോർ ദ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മാർക്കറ്റ് റെഗുലേഷൻസ്. ഈ മാർക്കറ്റ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും ചെയ്തു. ആസ് എ റിസൾട്ട് ദ സോൾജേഴ്സ് വെയർ ഏബിൾ ടു പർച്ചേസ് കമ്മോഡിറ്റീസ് അറ്റ് എ മോഡറേറ്റ് പ്രൈസ്. അതിൻ്റെ ഫലമായിട്ട് ഇത്രയും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് സൈനികർക്ക് വളരെ മിതമായ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുവാനായിട്ട് സാധിച്ചു. ഹെൻസ് ദെയർ വാസ് നോ നീഡ് ടു പേ ദം ഹൈ സാലറീസ്. സാലറി ഉയർത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടായില്ല, ശമ്പളം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടായില്ല എന്നർത്ഥം. ത്രൂ ദീസ് ആക്ട്സ് ദ സുൽത്താൻ കർട്ടൈൽഡ് ദ മിലിറ്ററി എക്സ്പെൻഡിച്ചർ and the amount thus saved was utilized to enhance the strength of the army. അങ്ങനെ മേൽപ്പറഞ്ഞ നടപടികളിലൂടെ സുൽത്താൻ സൈന്യത്തിൻ്റെ ചിലവ് കുറയ്ക്കുകയും ചിലവ് കുറവിലൂടെ ലാഭിച്ച പണം സൈന്യത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ശക്തമായൊരു സൈന്യത്തെ നിലനിർത്തുവാൻ സുൽത്താൻമാർക്ക് അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖൽജിക്ക് സാധിച്ചു. ദസ് ഹി ക്യാൻ മെയിൻറ്റെയിൻഡ് എ സ്ട്രോങ് ആൻഡ് എലാബറേറ്റ് ആർമി. വളരെ സ്ട്രോങ് ആയ വിശാലമായൊരു സൈന്യത്തെ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനി
അതുപോലെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഭാഗം മുഗൾ അഡ്മിനിസ്ട്രേഷനാണ്, അല്ലെങ്കിൽ മുഗളന്മാരുടെ ഭരണ രീതികളെ കുറിച്ചാണ്. 1526 പാനിപ്പട്ട് യുദ്ധത്തിലൂടെ മഹാനായ ബാബർ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. ദ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബാബർ ഇൻ 1526. 1526 ബാബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. ആ യുദ്ധത്തിൻ്റെ പേര് പാനിപ്പത്ത് എന്നാണ്. ഈ ബാബറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാനൊന്നുമില്ല. പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മുഗളന്മാരുടെ ഭരണരീതിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഒരു പോയിന്റ് ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുണ്ട്. ദ അക്ബർനാമ റിട്ടൺ ബൈ അബുൾ ഫൈസൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ മുഗൾ പീരീഡ്. മുഗളന്മാരുടെ ഭരണരീതികളെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് അബുൾ ഫൈസൽ രചിച്ച അക്ബർനാമ എന്ന് പറയുന്ന പുസ്തകം. അക്ബർ ചക്രവർത്തിയെക്കുറിച്ചുള്ളതാണ് ഈ പുസ്തകം. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോവിങ്ങിൽ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അക്ബർനാമ റിട്ടൺ ബൈ അബുൾ ഫൈസൽ. ഇനി നമുക്ക് മുഗളന്മാരുടെ ഭരണരീതികളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കാം. 1. ഡിവൈൻ റൈറ്റ് ഓഫ് കിൻഷിപ്പ്, ദൈവദത്ത രാജാധികാരം. ദൈവദത്ത രാജാധികാരം എന്ന് പറഞ്ഞാൽ എന്നെ രാജാവാക്കിയിരിക്കുന്നത് ദൈവമാണ്, എനിക്ക് ദൈവത്തോട് മാത്രമേ കടപ്പാടുള്ളൂ എന്ന ചിന്താഗതി. രണ്ടാമത്തേത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ആൻഡ് മംഗോൾ ട്രഡീഷൻസ്, തുർക്കി മംഗോൾ പാരമ്പര്യങ്ങളുടെ സ്വാധീനം. പവേഴ്സ് സെൻട്രലൈസ്ഡ് ഇൻ ദ കിങ്, അധികാരങ്ങളെല്ലാം രാജാവിൽ കേന്ദ്രീകരിക്കുന്ന രീതി. ബേസ്ഡ് ഓൺ മിലിറ്ററി പവർ, സൈനിക ശക്തിയിൽ ഊന്നിയ ഭരണം. അസിസ്റ്റൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കുന്നതിന് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. എക്സിസ്റ്റൻസ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു, പ്രാദേശിക ഭരണ സംവിധാനം നിലനിന്നിരുന്നു. ദീസ് വെയർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗളന്മാരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ്. ദ മുഗൾസ് പെയ്ഡ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. മുഗളന്മാർ പ്രാദേശിക ഭരണത്തിന് പ്രത്യേകമായ പരിഗണന തന്നെ നൽകിയിരുന്നു. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, the country was divided into subas, സർക്കാർസ്, പർഗാനാസ് ആൻഡ് വില്ലേജസ്. ഭരണ സൗകര്യത്തിന് വേണ്ടി മുഗളന്മാർ അവരുടെ രാജ്യത്തെ സുബാഹകളായും സർക്കാരുകളായും പർഗാനകളായും വില്ലേജുകളായും തരംതിരിച്ചു. There was a chain of officials for the administration of each division. ഓരോ ഡിവിഷൻ്റെയും ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. ദ കളക്ഷൻ ഓഫ് റവന്യൂ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ ആർമി വെയർ ദെയർ റെസ്പോൺസിബിലിറ്റീസ്. പതിവ് പോലെ നികുതി പിരിക്കുക, നീതിന്യായ ഭരണം നടപ്പിലാക്കുക, സൈന്യത്തിൻ്റെ മേൽനോട്ടം വഹിക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ എന്ന് പറയുന്നത്. മുഗളന്മാരുടെ ഭരണം അതിൻ്റെ ഏറ്റവും ശക്തമായ നിലയിലെത്തിയത് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. തൻ്റെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും നേടിയെടുക്കുന്നതിന് വേണ്ടി അക്ബർ ചക്രവർത്തി പല ഭരണ പരിഷ്കാരങ്ങളും നടപ്പിലാക്കുകയുണ്ടായി. ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ അക്ബർ ഫോർ ദ സെയിം ആർ ഗിവൺ ബിലോ. ആ ഒരു ലക്ഷ്യത്തോടെ അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ താഴെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പഠിക്കാൻ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സപ്പോർട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി അക്ബർ ചക്രവർത്തി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അക്ബർ ബിക്കെയിം സക്സസ്ഫുൾ ആസ് എ റൂളർ, അക്സെപ്റ്റബിൾ ടു ഓൾ ത്രൂ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് സബ്സ്റ്റാൻഷിയേറ്റിംഗ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, തൻ്റെ രാജ്യത്തെ എല്ലാ വിഭാഗം പ്രജകൾക്കും പ്രിയപ്പെട്ട ഒരു ഭരണാധികാരിയായി മാറുവാൻ അക്ബർ ചക്രവർത്തിക്ക് സാധിച്ചു. ഏതെല്ലാം തരത്തിലുള്ള ഭരണ നടപടികളിലൂടെയാണ് അക്ബർ ചക്രവർത്തി ഈ നേട്ടം കൈവരിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടാവാം. അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഓഫ് ബാദ്ഷാ ഇ ഹിന്ദ് മീൻസ് ദ എംപറർ ഓഫ് ഇന്ത്യ. അക്ബർ ചക്രവർത്തി ഒരു സ്ഥാനപ്പേര് സ്വീകരിച്ചു. അത് ബാദ്ഷാ ഇ ഹിന്ദ് എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചക്രവർത്തി എന്നർത്ഥം. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയും ചക്രവർത്തിയല്ല, ഇന്ത്യയുടെ ചക്രവർത്തി. 2. To maintain religious harmony, he formulated a new faith named Din-i-Ilahi by inculcating
the ideas of all religions. To maintain religious harmony, തൻ്റെ രാജ്യത്ത് മതസൗഹാർദ്ദം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പുതിയ വിശ്വാസം, പുതിയൊരു മതം പ്രചരിപ്പിച്ചു. എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുതിയ മതം പ്രചരിപ്പിച്ചത്. ആ പുതിയ മതത്തിൻ്റെ, പുതിയ വിശ്വാസത്തിൻ്റെ പേര് ദിന്നി ഇലാഹി എന്നായിരുന്നു. 3. The Rajputs such as രാജ തോഡർമാൾ, ബീർബൽ, മാൻസിംഗ് എക്സെട്ര were appointed as high officials. ഇതുവരെ ഉണ്ടായിരുന്ന ഭരണാധികാരികളിൽ നിന്ന്, ഇതുവരെ ഉണ്ടായിരുന്ന മുഗൾ രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായി രജപുത്രരെ ഉന്നത ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. ഉദാഹരണം രാജ തോഡർമാൾ, ബീർബൽ, മാൻസിംഗ് ഇവരെയൊക്കെ. അടുത്ത പോയിന്റ്, അക്ബർ ആൻഡ് ഹിസ് റിലേറ്റീവ്സ് മാരീഡ് രജപുട്ട് ലേഡീസ്. അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമൊക്കെ രജപുത്ര വനിതകളെ വിവാഹം കഴിച്ചു റിലീജിയസ് ഹാർമണിക്ക് വേണ്ടി. ദ ആർമി വാസ് സ്ട്രെങ്തൻഡ് ബൈ ഇൻക്ലൂഡിംഗ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സൈന്യത്തെ സ്ട്രെങ്തൻ ചെയ്യിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ ആയിരുന്നു. അക്ബർ ചക്രവർത്തി പ്രചരിപ്പിച്ച പുതിയ മതത്തെക്കുറിച്ചാണ്. ആ മതത്തിൻ്റെ പേര് ദിന്നി ഇലാഹി എന്നാണ്, അല്ലെങ്കിൽ തൗഹീദ് ഇ ഇലാഹി എന്നാണ്. അതായത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുതിയൊരു മതം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ബൈ ഇൻകൾക്കേറ്റിംഗ് ദ എസൻസ് ഓഫ് ഓൾ ദീസ് ഡിസ്കഷൻസ് ഹി ഫോമുലേറ്റഡ് ദ ഐഡിയോളജി ഓഫ് ദിൻ ഇലാഹി. അതായത് ഇബാദത്ത് ഖാന എന്ന് പറയുന്നൊരു മന്ദിരത്തിൽ എല്ലാ മതങ്ങളുടെയും, അല്ലെങ്കിൽ എല്ലാ മതത്തിലെയും പണ്ഡിതന്മാർ വന്നിട്ട് പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതൊക്കെ കേട്ടിരിക്കാറുണ്ട് ചക്രവർത്തി. ആ ഓരോ മതപണ്ഡിതന്മാരും തങ്ങളുടെ മതത്തിലെ നല്ല വശങ്ങൾ പറയുന്നത് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം ആ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദിന്നിലാഹി എന്ന് പറയുന്നൊരു മതം രൂപീകരിച്ചു, ഒരു വിശ്വാസം രൂപീകരിച്ചു. ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. വ്യത്യസ്തങ്ങളായ മതങ്ങളിൽ നിന്നുള്ള ആശയങ്ങളുടെയും തത്വങ്ങളുടെയും ഒക്കെ ഒരു കോമ്പിനേഷനായിരുന്നു. ഹി നെവർ കമ്പൽഡ് എനിവൺ ടു അക്സെപ്റ്റ് ഇറ്റ്. ഈ മതത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ആരെയും ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി ചക്രവർത്തി കമ്പൽ ചെയ്തില്ല. ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് എനി റൈറ്റ്സ്. ആചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റിലീജിയസ് ടെക്സ്റ്റ്, മതഗ്രന്ഥങ്ങളില്ല. പ്ലേസസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയങ്ങളില്ല. ഓർ പ്രീസ്, പുരോഹിതന്മാരില്ല. ആകെയുള്ളത് എക്സെപ്റ്റ് ദ ജോയിനിങ് ഫംഗ്ഷൻ, ആകെപ്പാടെ ഉള്ളത് ഈ മതത്തിൽ ചേരുമ്പോഴുള്ളൊരു ചെറിയ ചടങ്ങ്. സുൽഹ് കുൽ ഓർ പീസ് ടു ആൾ വാസ് ഇറ്റ്സ് ബേസിക് ടെനന്റ്. ഈ മതത്തിൻ്റെ പ്രധാന തത്വമെന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത് സുൽഹ് കുൽ എന്നതാണ്, അല്ലെങ്കിൽ പീസ് ടു ആൾ, എല്ലാവർക്കും സമാധാനം. അതാണ് ഈ മതത്തിൻ്റെ തത്വം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് മാൻസബ്ദാരി സിസ്റ്റം. മാൻസബ്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ. അക്ബർ ചക്രവർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് മാൻസബ്ദാരി സിസ്റ്റം. നോക്കാം. ദ ടേം മാൻസബ് ഡിനോട്ട്സ് ദ റാങ്ക് ഓർ പൊസിഷൻ ഓഫ് എ മുഗൾ മിലിറ്ററി ഓഫീസർ. ഒരു മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ്റെ റാങ്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ് മാൻസബ് എന്ന് പറയുന്നത്. ദോസ് ഹു ഹെൽഡ് ദീസ് പൊസിഷൻ വെയർ കാൾഡ് മാൻസബ്ദാർസ്. ഈ സ്ഥാനത്തിരിക്കുന്ന ആളിനെ, മാൻസബ് ആയിട്ടിരിക്കുന്ന ആളിനെ മാൻസബ്ദാർ എന്ന് പറയും. The position of the officers, their salary and military responsibilities were categorically determined through the Mansabdari system. അതായത് ഈ ഉദ്യോഗത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ സാലറി, മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ് ഇവയൊക്കെ വിവിധ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് മാൻസബ്ദാരി സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. The rank of a Mansabdar was determined by the number of horses and cavalrymen he maintained. ഒരാളിൻ്റെ, ഒരു മാൻസബ്ദാറിൻ്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് അയാൾക്ക് എത്ര കുതിരകളുണ്ട്, എത്ര കാലാൾപ്പടയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ്. There were more than 30 ranks in the army of Akbar, ranging from Mansabdars of 10 horses to 10,000 horses. 10 കുതിരകളുള്ള മാൻസബ്ദാർ മുതൽ 10,000 കുതിരകളുള്ള മാൻസബ്ദാർ വരെ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഈ ഓരോ മാൻസബ്ദാർമാർക്കും ഓരോ റാങ്കുകളായിരുന്നു, അല്ലെങ്കിൽ ഇവർക്കൊക്കെ വ്യത്യസ്തമായ 30ഓളം വ്യത്യസ്തമായ റാങ്കുകൾ ഉണ്ടായിരുന്നു. ഈച്ച് മാൻസബ് ഹാഡ് 2 സബ് ഡിവിഷൻസ് കാൾഡ് സത്ത് ആൻഡ് സവർ. ഓരോ മാൻസബിനും 2 സബ് ഡിവിഷൻസ് ഉണ്ട്. സത്ത് എന്നും സവർ എന്നും വിളിക്കും.
ദ വേർഡ് സത്ത് മീൻസ് ഇൻഡിവിജ്വൽ. സത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻഡിവിജ്വലാണ്. ഇറ്റ് ഫിക്സസ് ദ റാങ്ക് ആൻഡ് സാലറി ഓഫ് എ പേഴ്സൺ ഇൻ ദ ആർമി, വൈൽ സവർ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഹോഴ്സസ് എ മാൻസബ്ദാർ ഹാഡ് ടു മെയിൻറ്റെയിൻ. സത്ത് എന്ന് പറയുന്നത് സത്ത് എന്ന് പറയുന്നത് ദ വേർഡ് സത്ത് മീൻസ് ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വലിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇറ്റ് ഫിക്സസ് ദ റാങ്ക് ആൻഡ് സാലറി ഓഫ് എ പേഴ്സൺ ഇൻ ദ ആർമി. ആർമിയിൽ ഒരു പേഴ്സൻ്റെ സാലറിയും റാങ്കും ഫിക്സ് ചെയ്യുന്നത് നോക്കിയിട്ടാണ്. സവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഹോഴ്സസ്. ഒരു മാൻസബ്ദാർ എത്ര കുതിരകൾ നിലനിർത്തുന്നു എന്നത് ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് സവർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ജാഗിർദാരി സിസ്റ്റം. ജാഗിർദാരി സിസ്റ്റം വാസ് അനദർ റീഫോം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മുഗൾ എംപറേഴ്സ് ടു മേക്ക് ദ അഡ്മിനിസ്ട്രേഷൻ മോർ എഫക്റ്റീവ്. ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഗൾ ചക്രവർത്തിമാർ കൊണ്ടുവന്ന മറ്റൊരു ഭരണപരിഷ്കാരമാണ് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ദ ജാഗിർദാരി സിസ്റ്റം വാസ് എ ഹയർ ഫോം ഓഫ് ദ ഇക്ത സിസ്റ്റം ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച ഇക്ത സിസ്റ്റത്തിൻ്റെ ഒരു കുറെ കൂടി ഉയർന്ന ഒരു രൂപമാണ് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുക. ഇറ്റ് വാസ് എ സിസ്റ്റം വിച്ച് ഗ്രാൻഡഡ് ലാൻഡ് ഇൻ ലീവ് ഓഫ് സാലറി ടു ദ മാൻസബ്ദാർസ്. മാൻസബ്ദാർമാർക്ക് സാലറിക്ക് പകരം ഭൂമി അനുവദിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. ദ ലാൻഡ് ദസ് ഗ്രാൻഡഡ് വാസ് നോൺ ആസ് ജാഗിർ. ഇങ്ങനെ സാലറിക്ക് പകരം അനുവദിച്ചു കൊടുക്കുന്ന ഭൂമിയെ വിളിച്ചിരുന്ന പേര് ജാഗിർ എന്നാണ്. ദ ഓഫീസേഴ്സ് വെയർ പ്രൊവൈഡഡ് പൊസഷൻ റൈറ്റ് ഓഫ് ദ ജാഗിർ ലാൻഡ് ഓൺലി. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ജാഗിർ ലാൻഡിൻ്റെ പൊസഷൻ റൈറ്റ് മാത്രമാണ് കിട്ടുക, കൈവശാവകാശം മാത്രം. സച്ച് ഓഫീസേഴ്സ് വെയർ നോൺ ആസ് ജാഗിർദാർസ്. ഇങ്ങനെ ജാഗിർ കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ ജാഗിർദാർ എന്ന് വിളിച്ചു. ആസ് ഇൻ ദ ഇക്ത സിസ്റ്റം ദ ജാഗിർദാർസ് നെവർ ലീവ്ഡ് ഇൻ ഓർ റൂൾഡ് ഓവർ ദ ലാൻഡ് ദേ റിസീവ്ഡ്. ഇക്ത സിസ്റ്റത്തിലേതുപോലെ തന്നെ ജാഗിർദാർമാരും ഈ ജാഗിറായി കിട്ടുന്ന ഭൂമിയിൽ ജീവിക്കുകയോ അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ലെവീഡ് ഓർ റൂൾഡ് ഓവർ ദ ലാൻഡ് ദേ റിസീവ്ഡ്. ജാഗിർദാർസ് നെവർ ലീവ്ഡ് ഇൻ ഓർ റൂൾഡ് ഓവർ ദ ലാൻഡ് ദേ റിസീവ്ഡ്. അവിടെ ജീവിക്കുകയോ അവിടെ നിന്ന് ആ ലാൻഡ് റിസീവ് ചെയ്യുകയോ അവർ ചെയ്തിരുന്നില്ല. ദ പൊസിഷൻ ഓഫ് ജാഗിർദാർ വാസ് നോട്ട് ഹെറിഡിറ്ററി. ജാഗിർദാറിൻ്റെ പൊസിഷൻ ഹെറിഡിറ്ററി ആയിരുന്നില്ല. ദേ വെയർ ട്രാൻസ്ഫേർഡ് ബൈ ദ കിങ്. ഇതിൻ്റെ പൊസഷൻ റൈറ്റ് രാജാവ് ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കും. ദെയർ ഒൺലി അതോറിറ്റി ഓവർ ദ അസ്ക്രൈബ്ഡ് ലാൻഡ് വാസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ റവന്യൂ കളക്ഷൻ ഓഫ് ദിസ് ഏരിയ. അവർക്കാകെ ഉള്ളത് ആ ഏരിയയുടെ റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇക്ത സിസ്റ്റവും ജാഗിർദാരിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇക്ത സിസ്റ്റത്തിലേതുപോലെ ജാഗിർദാർമാർ ഈ പ്രദേശത്ത് ഭരണം നടത്തുകയോ അവിടെ താമസമുറപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല ജാഗിർദാരി സിസ്റ്റത്തിൽ. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ടുള്ളത്. ചോളന്മാരുടെ ഭരണമാണ് പിന്നീട് പഠിക്കാനുള്ളത്, ദ ചോള അഡ്മിനിസ്ട്രേഷൻ. ഈ ചോള അഡ്മിനിസ്ട്രേഷനിൽ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് ചോളന്മാരുടെ വില്ലേജ് ഓട്ടോണമിയാണ്. എന്തൊക്കെയാണ് ചോളന്മാരുടെ ഭരണകാലഘട്ടത്തെ വില്ലേജ് ഓട്ടോണമിയുടെ ഗ്രാമ സ്വയം ഭരണത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഫോർ ദ സേക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ ചോള കിങ്സ് ഡിവൈഡഡ് ദ കൺട്രി ഇൻറ്റു മണ്ഡലംസ്, വളനാഡൂസ്, നാഡൂസ് ആൻഡ് കൊട്ടംസ്. അതായത് ഭരണ സൗകര്യത്തിന് വേണ്ടി ചോള രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ മണ്ഡലങ്ങളായും വളനാടുകളായും നാടുകളായും കൊട്ടം ആയും വിഭജിക്കുകയുണ്ടായി. എ ഗ്രൂപ്പ് ഓഫ് ഓട്ടോണമസ് വില്ലേജസ് ഫോംഡ് എ കൊട്ടം. ഒരു കൂട്ടം ഓട്ടോണമസ് വില്ലേജസ്, സ്വയംഭരണാവകാശമുള്ള ഗ്രാമങ്ങൾ ചേരുമ്പോഴാണ് ഒരു കൊട്ടം ആകുന്നത്. ആൾ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റീസ് റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വില്ലേജസ് വെയർ വെസ്റ്റഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് ദ വില്ലേജസ്. ഈ വില്ലേജിൻ്റെ ഭരണ കാര്യങ്ങൾ സംബന്ധിച്ച എല്ലാ അധികാരങ്ങളും ആ വില്ലേജിലെ ജനങ്ങളുടെ കൈകളിൽ തന്നെ ആയിരുന്നു. ടു കൗൺസിൽസ് നോൺ ആസ് ദ ഉർ ആൻഡ് ദ സഫ ഫങ്ഷൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ഗ്രാമ ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി 2 കൗൺസിലുകൾ ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ പേര് ഉർ എന്നും മറ്റൊന്നിൻ്റെ പേര് സഭ എന്നുമായിരുന്നു. ദ പീപ്പിൾ ഓഫ് ദ ഹോൾ വില്ലേജ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഉർ. ആ വില്ലേജിലുള്ള എല്ലാ ആളുകളും ഉൾപ്പെടുന്ന ഒരു സഭയാണ് ഉർ എന്ന് വിളിച്ചിരുന്നത്.
വേറാസ് ദ സഫ വാസ് ഓൺലി എ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൻസ്. പക്ഷേ ബ്രാഹ്മണന്മാർ മാത്രമുള്ളൊരു സഭയെയാണ് അല്ലെങ്കിൽ കൗൺസിലിനെയാണ് സഭ എന്ന് വിളിച്ചിരുന്നത്. ദീസ് കൗൺസിൽസ് അസംബിൾഡ് ഓൺ ദ പ്രിമൈസസ് ഓഫ് ദ ടെമ്പിൾസ്. ഈ കൗൺസിലുകളെല്ലാം സമ്മേളിച്ചിരുന്നത് ക്ഷേത്ര പരിസരങ്ങളിലായിരുന്നു. ദ ഫീച്ചേഴ്സ് ഓഫ് ദ സഫ ആർ ഗിവൺ ബിലോ. ഇനി സഫയുടെ ഫീച്ചേഴ്സ് നോക്കാം. There were separate regulations for the functioning of the Safa. സഫ ഫങ്ഷൻ ചെയ്യുന്നതിന് സെപ്പറേറ്റ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. The Safa was divided into many panchayats with separate responsibilities for administrative conveniences. ഭരണ സൗകര്യത്തിന് വേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തപ്പെട്ട നിരവധി പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പഞ്ചായത്തുകളായി വിഭജിച്ചിരുന്നു. The members of the panchayats were determined through both selection and election. ഈ പഞ്ചായത്തിലെ മെമ്പേഴ്സിനെ സെലക്ഷനിലൂടെയും ഇലക്ഷനിലൂടെയുമാണ് കണ്ടെത്തിയിരുന്നത്. തെരഞ്ഞെടുത്തിരുന്നു, നോമിനേറ്റ് ചെയ്തിരുന്നു. ദ മെമ്പേഴ്സ് വെയർ ഇലക്റ്റഡ് ആനുവലി. വർഷത്തിലൊരിക്കലാണ് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്തിരുന്നത്. വൺ പേഴ്സൺ കുഡ് സെർവ് ആസ് ദ മെമ്പർ ഓഫ് ദ പഞ്ചായത്ത് ഫോർ എ മാക്സിമം ഓഫ് 3 കൺസിക്യൂട്ടീവ് ടൈംസ്. 3 തവണയിലധികം ഒരാളിന് മെമ്പറായിട്ടിരിക്കാൻ പറ്റില്ല. ദോസ് ഹു വെയർ അക്യൂസ്ഡ് ഓഫ് ക്രൈംസ് സച്ച് ആസ് ബ്രൈബറി ആൻഡ് തെഫ്റ്റ് വെയർ നോട്ട് given the chance to contest in the election. മോഷണം, കൈക്കൂലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടിരുന്ന ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ മത്സരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ദ മെമ്പേഴ്സ് ഓഫ് ദ സഫ വെയർ കാൾഡ് പെരുമക്കൾ. സഭയിലെ അംഗങ്ങളെ പെരുമാക്കൾ എന്നും ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ പഞ്ചായത്ത്സ് വെയർ നോൺ ആസ് വാരിയ പെരുമാക്കൾ. അതുപോലെ പഞ്ചായത്തിലെ അംഗങ്ങളെ വാരിയ പെരുമാക്കൾ എന്നും ആണ് വിളിച്ചിരുന്നത്. ഇനി ഇവരുടെ ഉത്തരവാദിത്തങ്ങളാണ്: റിസീവ് ദ ലാൻഡ് ഫോർ ദ ടെമ്പിൾസ്. ക്ഷേത്രങ്ങൾക്ക് വേണ്ട ലാൻഡ് റിസീവ് ചെയ്യുക. കളക്ട് ടാക്സ് ബൈ സർവേയിങ് ലാൻഡ്. ലാൻഡ് സർവേ ചെയ്യുക, അല്ലെങ്കിൽ കളക്ട് ടാക്സ് ബൈ സർവേയിങ് ലാൻഡ്. ലാൻഡ് സർവേ ചെയ്തിട്ട് കളക്ട് ചെയ്യുക ടാക്സ്. അണ്ടർടേക്ക് പബ്ലിക് വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പൊതു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. കീപ്പ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അക്കൗണ്ട്സ് റെക്കോർഡ്സും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുക. കണ്ടക്ട് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വില്ലേജ്. ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നോക്കി നടത്തുക. ഇതൊക്കെയായിരുന്നു സഭയുടെ ചുമതലകൾ എന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് പഠിക്കാനുള്ളത് വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ, ബുക്കൻ എന്നിങ്ങനെ 2 പേര് ചേർന്നിട്ടാണ്. ഹരിഹര ആൻഡ് ബുക്ക ഫൗണ്ടഡ് ദ വിജയനഗർ എംപയർ. ആൻഡ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദിസ് എംപയർ വാസ് കൃഷ്ണദേവരായ. ഈ രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയുടെ പേര് കൃഷ്ണദേവരായർ എന്നായിരുന്നു. നമുക്ക് പഠിക്കാനുള്ളത് അതൊന്നുമല്ല. നമുക്ക് പഠിക്കാനുള്ളത് ഇവരുടെ നായൻകര സിസ്റ്റവും അയ്യൻകാർ സിസ്റ്റവുമാണ്. എന്താണ് നായങ്കര സിസ്റ്റം, എന്താണ് അയ്യഗാർ സിസ്റ്റം? ഇത് രണ്ടുമാണ് നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത്. ദ നായങ്കര സിസ്റ്റം. The king was the head of the central administration of the Vijayanagar Empire. മുഗൾ സാമ്രാജ്യത്തിലേതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിലും ഭരണത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് രാജാവായിരുന്നു. There were ministers and royal officers to assist the king in administration. ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരുണ്ടായിരുന്നു, രാജകീയ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. There was only a small army under the direct control of the king. രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വളരെ കുറച്ച് അംഗം സൈന്യങ്ങളെ ഉണ്ടായിരുന്നു. ദ പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് മെയിൻറ്റെയിൻഡ് എ ഫിക്സഡ് നമ്പർ ഓഫ് സോൾജേഴ്സ് ഓഫ് ദെയർ ഓൺ. പ്രവിശ്യകളിലെ ഗവർണർമാർ ഒരു നിശ്ചിത എണ്ണം സൈന്യത്തെ അവർക്ക് സ്വന്തമായിട്ട് നിലനിർത്തിയിരുന്നു. ദേ പ്രൊവൈഡഡ് ദ സർവീസ് ഓഫ് ദ ആർമി ടു ദ കിങ് വെൻ എവർ നെസസറി. രാജാവിന് സൈന്യത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ ഈ പ്രവിശ്യ ഗവർണർമാർ സൈന്യം നൽകി, രാജാവിന് സൈന്യത്തെ നൽകി സഹായിക്കുമായിരുന്നു. ആസ് ദേ വെയർ ആൾസോ മിലിറ്ററി ഹെഡ്സ്, ദ കിങ് അവാർഡഡ് ദം വിത്ത് ദ ടൈറ്റിൽ ഓഫ് നായക് എലോങ് വിത്ത് എ സ്പെസിഫിക് ഏരിയ ഓഫ് ലാൻഡ്. ഇവർ സൈനിക തലവന്മാർ കൂടി ആയതുകൊണ്ട്, ഈ പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് സൈനിക തലവന്മാർ കൂടി ആയതുകൊണ്ട് അവർക്ക് രാജാവ് നായക് എന്നൊരു ടൈറ്റിൽ നൽകിയിരുന്നു. ഒരു സ്പെസിഫിക് ഏരിയയുടെ പവറും അവർക്ക് നൽകിയിരുന്നു. ദിസ് സിസ്റ്റം that prevailed at the center was known as the നായങ്കര സിസ്റ്റം. അങ്ങനെ കേന്ദ്ര ഭരണത്തിൽ നിലനിന്നിരുന്ന ഈ സിസ്റ്റത്തിനാണ് നായങ്കര സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ വിജയനഗര രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നായങ്കര സിസ്റ്റം. അത് കഴിഞ്ഞാൽ അടുത്തത് അയ്യഗാർ സിസ്റ്റമാണ്. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ്, നാഡൂസ് ആൻഡ് വില്ലേജസ്.
വിജയനഗര രാജാക്കന്മാർ ഭരണ സൗകര്യത്തിന് വേണ്ടി തങ്ങളുടെ രാജ്യത്തെ പ്രോവിൻസുകളായും നാടുകളായും വില്ലേജുകളായും തരംതിരിച്ചിരുന്നു. വില്ലേജസ് വാസ് ദ ബേസിക് യൂണിറ്റ്. ഗ്രാമങ്ങളായിരുന്നു ഏറ്റവും ചെറിയ ഭരണഘടകം. ദ വില്ലേജ് അസംബ്ലീസ് ഫങ്ഷൻഡ് ഇൻ ദ സെയിം വേ ആസ് ഇറ്റ് ഡിഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ദ ചോളാസ്. ചോളന്മാരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന അതേ രീതിയിലാണ് വില്ലേജ് അസംബ്ലികൾ പ്രവർത്തിച്ചിരുന്നത്. The day-to-day administration of the village was done by the officers known as Ayyangars who inherited the post. ഈ ഗ്രാമങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്നത് നോക്കി നടത്തിയിരുന്നത് അയ്യഗാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഈസ് നോൺ as the അയ്യങ്കാർ സിസ്റ്റം. അങ്ങനെ അയ്യങ്കാർമാരിലൂടെ ഗ്രാമങ്ങളുടെ ഭരണം നടത്തിയിരുന്നു. ഈ ഭരണ രീതിക്ക് അയ്യഗാർ സിസ്റ്റം എന്ന് പറയുന്നു. The position of the Iyengar in the village administration was equal to that of the Nayak in the central administration. കേന്ദ്ര ഭരണത്തിൽ നായക് എന്ന ഉദ്യോഗസ്ഥനുള്ള അതേ പദവിയായിരുന്നു പ്രാദേശിക ഭരണത്തിൽ, ഗ്രാമഭരണത്തിൽ അയ്യങ്കാർമാർക്ക് ഉണ്ടായിരുന്നത്. ഈ സിസ്റ്റത്തിനാണ് അയ്യങ്കാർ സിസ്റ്റം എന്ന് പറയുന്നത്. ദ മറാഠ അഡ്മിനിസ്ട്രേഷൻ. മറാഠ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാനുള്ള അഷ്ടപ്രധാനാണ്. മറാഠ സാമ്രാജ്യത്തിലെ ഏറ്റവും കരുത്തനായ രാജാവിൻ്റെ പേര് ശിവജി എന്നായിരുന്നു. അദ്ദേഹമാണ് അഷ്ടപ്രധാൻ എന്ന് പറയുന്ന ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അതായത് ഭരണകാര്യങ്ങളിൽ ശിവജിയെ സഹായിക്കുന്നതിന് വേണ്ടി 8 മന്ത്രിമാരുടെ ഒരു സംഘത്തെ നിലനിർത്തിയിരുന്നു. അതിനെ അഷ്ടപ്രധാൻ എന്നാണ് പറഞ്ഞിരുന്നത്. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു ചോദ്യം ഇതിൽ നിന്നും. അഷ്ടപ്രധാൻ എന്ന് പറയുന്നത് ഇതാണ്. 1 പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ പേഷ്വ എന്നാണ് വിളിച്ചിരുന്നത്. 2 ന്യായാധ്യക്ഷ. ന്യായ അധ്യക്ഷ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ചീഫ് ജുഡീഷ്യൽ ഓഫീസർ. ദെൻ 3rd അമാത്യ അല്ലെങ്കിൽ ഫിനാൻസ് ഓഫീസർ, സാമ്പത്തിക കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. സച്ചിവ് റോയൽ കറസ്പോണ്ടൻസ്, രാജകീയ എഴുത്തുകുത്തുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്റെ പേര് സച്ചിവ് എന്നായിരുന്നു. മന്ത്രൻ പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് ദ കിങ്, രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ മന്ത്രൻ എന്ന് വിളിച്ചിരുന്നു. പണ്ഡിത റാവു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വാസ് ഹിസ് ഡ്യൂട്ടി. മതപരമായതും കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ആയിരുന്നു പണ്ഡിത റാവുവിൻ്റെ ജോലി. സുമന്ത് ഫോറിൻ അഫയേഴ്സ്, വിദേശ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളുമായുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥനാണ് സുമന്ത്. സേനാപതി മിലിറ്ററി ഓഫീസർ, സൈന്യത്തിൻ്റെ തലവനെ സേനാപതി എന്ന് വിളിച്ചിരുന്നു. ഈ 8 ഉദ്യോഗസ്ഥന്മാരെ, 6 അല്ല 8 ഉദ്യോഗസ്ഥന്മാരെ ആണ് അഷ്ടപ്രധാൻ എന്ന് പറഞ്ഞിരുന്നത്. ഇത് മറാഠ ഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. ഛത്രപതി എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവാണ് അല്ലെങ്കിൽ ഭരണാധികാരിയായിരുന്നു ശിവജി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഛത്രപതി ശിവജി എന്ന് പറയുന്നത്. പിന്നെ 2 പോയിന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കുക. There was an espionage to observe various officers and state affairs. അതായത് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനും ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷിക്കുന്നതിനുമായി മറാത്ത രാജാക്കന്മാർ ഒരു എസ്പിയോണേജ് സിസ്റ്റം നിലനിർത്തിയിരുന്നു. എസ്പിയോണേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പൈ സിസ്റ്റമാണ്. ചാരസംഘത്തെ നിയന്ത്രിച്ചിരുന്നു. 2ാമത്തേത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് പ്രിവെയിൽഡ്. അവർക്കും ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു. മറാഠ സാമ്രാജ്യത്തിൽ അവസാനം പഠിക്കാനുള്ള ഭാഗം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മറാഠാസ് ആണ്. നോക്കാം. ദ മറാഠ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻടു മെനി പാർട്സ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഭരണ സൗകര്യത്തിന് വേണ്ടി മറാഠ സാമ്രാജ്യത്തെ പല ഘടകങ്ങളായി വിഭജിച്ചിരുന്നു. ദീസ് ഡിവിഷൻസ് വെയർ പ്രോവിൻസസ്, ഡിസ്ട്രിക്ട്സ്, പർഗാനാസ് ആൻഡ് വില്ലേജസ്. ഈ ഡിവിഷനുകൾ പ്രോവിൻസുകൾ അല്ലെങ്കിൽ പ്രവിശ്യകളെന്നും ഡിസ്ട്രിക്റ്റുകൾ അല്ലെങ്കിൽ പ്രാന്തങ്ങളെന്നും പർഗാനകളെന്നും വില്ലേജുകളെന്നും ആണ് അറിയപ്പെട്ടിരുന്നത്. ദ ഓഫീസേഴ്സ് വെയർ ഡയറക്റ്റ്ലി അപ്പോയിൻറ്റഡ് ബൈ ദ കിങ്. ഇതിൻ്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥന്മാരെ രാജാവ് നേരിട്ടാണ് നിയമിച്ചിരുന്നത്. ദ കൺട്രി വാസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 2. രാജ്യത്തെ പിന്നെയും 2 വിഭാഗമായി തിരിച്ചിരുന്നു. സ്വരാജ്യ ആൻഡ് മുഗളൈ. സ്വരാജ്യ എന്നും മുഗളൈ എന്നും. ദ സ്വരാജ്യ വാസ് ദ ടെറിട്ടറീസ് ഓഫ് ദ മറാഠാസ് വേറെവർ ദ മുഗളൈ വാസ് ദ റീജിയൻസ് അനക്സഡ് ടു ദ കിങ്ഡം. സ്വരാജ്യ എന്ന് പറയുന്നത് മറാഠക്കാരന്മാരുടെ തന്നെ പ്രദേശങ്ങളാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനക്സ് ചെയ്ത കൂട്ടിച്ചേർത്ത പ്രദേശങ്ങളെയാണ് മുഗളൈ. In addition to the land tax collected from the Maratha country or Swarajya, 2 kinds of taxes, Chaud and Sardeshmukhi, were collected from the annexed regions. അതായത് സ്വരാജ്യ എന്ന് പറയുന്ന പ്രദേശത്ത് ലാൻഡ് ടാക്സ് മാത്രം കളക്ട് ചെയ്യുമ്പോൾ ചൗദ് എന്നും സർദേശ് എന്നും പേരുള്ള 2 അഡീഷണൽ ടാക്സസ് കൂടി മുഗളൈ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കളക്ട് ചെയ്തിരുന്നു. മുഗളൈ എന്ന് പറയുന്നത്
മറാഠാക്കാരന്മാർ പിടിച്ചടക്കിയ പ്രദേശങ്ങളാണ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചടക്കിയ പ്രദേശങ്ങൾ. അവിടെ നിന്ന് 2 അഡീഷണൽ ടാക്സസ് കളക്ട് ചെയ്തിരുന്നു. അതിൻ്റെ പേര് ചൗദ്, സർദേശ് മുഖി എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുഗളന്മാരെക്കുറിച്ചും അതുപോലെ സുൽത്താൻമാരെക്കുറിച്ചും ചോളന്മാരെക്കുറിച്ചും വിജയനഗര രാജാക്കന്മാരെക്കുറിച്ചും മറാത്തക്കാരെക്കുറിച്ചുമായിട്ട് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ മിഡീവൽ ഇന്ത്യയുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ മിഡീവൽ ഇന്ത്യ കോൺസെപ്റ്റ്സ് ഓഫ് കിൻഷിപ്പ് ആൻഡ് നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുക. ആദ്യം പഠിച്ചത് സുൽത്താൻമാരെ കുറിച്ചാണ്. അതിൽ അവരുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറിച്ചും ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഇക്ത സിസ്റ്റത്തെക്കുറിച്ചും മാർക്കറ്റ് റീഫോംസ് അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റീഫോംസിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. മുഗളന്മാരിലേക്ക് വന്നപ്പോൾ അവരുടെ കേന്ദ്ര ഗവൺമെൻറ്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ബാബർ, അക്ബർ, പിന്നെ ദിന്നിലാഹി, മാൻസബ്ദാരി, ജാഗ്രദാരി. ചോളന്മാരിലേക്ക് വന്നു, അവരുടെ വില്ലേജ് ഓട്ടോണമിയാണ് ഏറ്റവും പ്രധാനം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലേക്ക് വന്നു, നായങ്കാര സിസ്റ്റവും അയ്യങ്കാർ സിസ്റ്റവും പഠിച്ചു. മറാത്തക്കാരന്മാരുടെ അഷ്ടപ്രധാൻ എന്ന് പറയുന്ന ഭരണ സംവിധാനം അല്ലെങ്കിൽ അവരുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ് അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്വരാജ്യ, മുഗളൈ, അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് നിങ്ങൾ ആവർത്തിച്ച് കേട്ട് വ്യക്തമായി മനസ്സിലാക്കുക.